സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡ്യൂറൻ കപ്പ് മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല. 90 മിനിറ്റ് ഒരു സ്വപ്നം കാണുന്നൊരു ഫീലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് എപ്പോഴെങ്കിലൊക്കെ ഇത്തരം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ടീം ഇങ്ങനെ ഗോൾ അടിച്ചു കൂട്ടുന്നു, ഫേവറേറ്റ് പ്ലേയേഴ്സ് ഹാട്രിക് അടിക്കുന്നു, അങ്ങനെ നിർത്താതെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാച്ച്. 8 ഗോളുകൾ. മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെതിരെയാണ് നമ്മൾ കളിച്ചത്. ആ ഒരു എക്സെപ്ഷൻ പറയാമെങ്കിൽ പോലും താരതമ്യേന ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ ചെറുതെന്ന് തോന്നിപ്പിക്കുന്ന ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഈ സ്ട്രോങ് ടീമുകൾക്ക് കിട്ടുന്ന ഒരു കൺട്രോൾ ഉണ്ട്. അത് ബോൾ പൊസിഷൻ്റെ കാര്യത്തിലാണെങ്കിലും അറ്റാക്ക് വൈസ് ആണെങ്കിലും ഇങ്ങോട്ട് വരുന്ന മൂവ്മെൻറ്റ്സിലാണെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ സ്ട്രോങ് ടീമിന് ഒരു കൺട്രോൾ കിട്ടുന്നുണ്ടാവും. ആ കൺട്രോൾ ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. അത് പല സമയത്തും പല റിസോർട്ട് ടീമിനെതിരെയും പല വീക്ക് ടീമുകൾക്കെതിരെ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സാധനമായിരുന്നു. ആൻഡ് ഈ സീസണിൽ ഇതിലും മികച്ചൊരു തുടക്കം നമുക്കിനി കോച്ചിനോട് ആവശ്യപ്പെടാൻ പറ്റില്ല. ആരൊക്കെ എവിടേക്ക് എങ്ങനെയൊക്കെ ഗോളുകൾ അടിച്ചു എന്നുള്ളത് ഇപ്പോഴും ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ഒരു ഫസ്റ്റ് വാച്ചിൽ നമ്മൾ കണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഗോളുകളെക്കാൾ കൂടുതൽ ആ ഗോൾ എങ്ങനെ വന്നു, അതുപോലെ തന്നെ അറ്റാക്കിംഗ് പാറ്റേൺസ്, ഫോർമേഷൻസ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ആൻഡ് പ്രീ സീസൺ മാച്ചസ് ഡീകോഡ് ചെയ്ത സമയത്ത് നമ്മളൊരു ഫോർമേഷൻ പറഞ്ഞിരുന്നു. 4-3-3 തന്നെ മിഡിൽ വരുന്ന വേരിയേഷൻസ് വെച്ചിട്ട് ആ ഒരു ഫോർമേഷൻ തന്നെയാണ് ഡ്യൂറൻ കപ്പിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് മാച്ചിൽ സ്റ്റാർ ഉപയോഗിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഏകദേശം അത് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഡ്യൂറൻ കപ്പിൽ ഉടനീളം ഈ ഒരു ഫോർമേഷൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. അതിൽ ആ ഒരു ഫോർമേൻ ഡിഫൻസ്, അതിൽ തന്നെ മിലോസും അതുപോലെ തന്നെ ഹോർമിയാണ് സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റിലാണ് ഐബാൻ ദോഹ്ലിംഗ് വന്നത്, ലെഫ്റ്റിൽ സൈഫ് ആയിരുന്നു. ഇനി മിഡിലേക്ക് വരുമ്പോൾ ഫ്രെഡ് ഉണ്ടായിരുന്നു, ലൂണ ഉണ്ടായിരുന്നു, ഡാനിഷ് ഫാറൂഖ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ നമ്മുടെ പെപ്ര ലോൺലി സ്ട്രൈക്കറായിട്ടും, ലെഫ്റ്റിലെ നോവയും, റൈറ്റിൽ മുഹമ്മദ് എയ്മനെയാണ് കണ്ടത്. ആൻഡ് ഈ ഒരു ഫോർമേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു മെജോറിറ്റി ടൈമിലും നമ്മൾ പറഞ്ഞ ആ ഒരു 4-1-2-3 ഫോർമേഷൻ, ആ ഒരു പാറ്റേണിലാണ് അറ്റാക്കിംഗ് സൈഡിൽ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അത്തരം ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രെഡ് ഒരു ലോൺലി DMF ആയിട്ടും ലൂണയ്ക്ക് ഒരു ഫ്രീ റോൾ കിട്ടുന്നത് പോലെയും. ആൻഡ് ഡാനിഷ് ഫാറൂഖ്, നമ്മൾ ഈ ഒരു മാച്ചിനെ പറ്റിയോ അല്ലെങ്കിൽ ഫോർമേഷൻസിനെ പറ്റിയോ ടാക്ടിക്സിനെ പറ്റിയോ പറയുന്നതിന് മുൻപ് ആദ്യമേ തന്നെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു പേര് ഡാനിഷ് ഫാറൂഖിനെ പറ്റിയാണ്. കാരണം സ്റ്റാറുടെ സ്റ്റൈലിൽ നമുക്ക് ആവശ്യമുള്ള ഒരു CMF ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കുന്ന, റിക്കവർ ചെയ്യുന്ന, അറ്റാക്കിൽ ആ ഒരു AMFന് സപ്പോർട്ട് കൊടുക്കുന്ന അത്തരം ഒരു CMF ഉണ്ട്. ആ ഒരു CMFൻ്റെ ഡ്യൂട്ടി പക്ക നീറ്റായിട്ട് ചെയ്യാൻ ഈ ഒരു മാച്ചിൽ ദാനിഷിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഇനിയും വരുന്ന മാച്ചുകളിലും ഈ പറഞ്ഞ സംഭവം ഇതേ കൺസിസ്റ്റൻസിയോടുകൂടി ഇപ്പോൾ ഈ ഒരു മാച്ചിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതേ ലെവലിൽ, ആ ഒരു ലെവൽ താഴേക്ക് പോവാതെ ഇനി വരുന്ന മാച്ചുകളിലെല്ലാം അതിന് പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനൊരു വലിയ റോളും ഒരു വലിയ ഇമ്പോർട്ടൻസും ആൻഡ് നമ്മുടെ വിജയങ്ങളിലും ഗോളുകളിലും അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സിലും ആൻഡ് മാച്ചിലുടനീളം ഒരു വലിയ കൺട്രോൾ കൊണ്ടുവരാൻ ഒരു പക്ഷേ ദാനിഷ് ഫാറൂഖിന് സാധിച്ചേക്കും. അത് ഈ ഒരു മാച്ചിൽ നല്ല വെടിപ്പായിട്ട് തന്നെ ദാനിഷ് ഫാറൂഖ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ പെർഫോമൻസിൽ ഇതുവരെയും കഴിഞ്ഞ 2 സീസണുകളിലും അദ്ദേഹം നമ്മുടെ ടീമിൽ ഉണ്ടായിട്ടും ഈ ഒരു മാച്ച് അദ്ദേഹം പെർഫോം ചെയ്ത് അത്രയും ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ഇതുവരെയും അദ്ദേഹം പെർഫോം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തുടക്കത്തെ മാച്ച് ആ രീതിയിലൊന്നുമല്ല പുള്ളി കളിച്ചത്. അതിന് പ്രൂവ് ചെയ്യണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് കളിച്ചതുപോലെയും അത് 100% ടീമിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ഗ്രൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ ദാനിഷ് ഫാറൂഖിന് സാധിച്ചിട്ടുണ്ട്. ഈ മാച്ചിൽ അദ്ദേഹം കളിച്ചതുപോലൊരു CMF, ലൂണൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ആ ഒരു പ്ലെയറിനെ നമുക്ക് സീസണിൽ ഉടനീളം നമുക്ക് ആവശ്യമാണ്. ആൻഡ് നമ്മൾ ഈ 4-3-3 തന്നെ ഫോർമേഷൻസിൽ നമ്മൾ കൂടുതലും ബിൽഡപ്പിലും അറ്റാക്കിംഗ് പാറ്റേൺസും ഗോൾ വന്ന രീതിയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതിൽ ബിൽഡപ്പിൽ എനിക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് വിങ്ങിലേക്കുള്ള ലോങ് ബോൾസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വിങ്ങിലേക്കുള്ള ബോളുകളാണ്. അതിൽ നോവ സദവ് എന്ന് പറയുന്ന പ്ലെയറിനെ ഈ ഒരു മാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിലുടനീളം നമ്മൾ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയറുടെ പ്രസൻസ് മാച്ചിലുടനീളം നമ്മുടെ ടീമിൻ്റെ ടോട്ടലുള്ള പെർഫോമൻസിന് നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന വഴിയുണ്ട്. അതിൽ അദ്ദേഹം എപ്പോഴും അവൈലബിൾ ആവുന്നതും ആ പാസ് സ്വീകരിച്ച് അറ്റാക്കിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും ഈ ഒരു മാച്ചിലുടനീളം കാണാൻ സാധിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ സെൻറ്റർ ബാക്ക് ടു ആ ഒരു വിങ്ങിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ബോളുകൾ, അത് ഗ്രൗണ്ട് ബോൾ 1-2 കണ്ടു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ലോങ് ബോൾ അതിപ്പോൾ ഒന്നല്ലെങ്കിൽ സെൻറ്റർ ബാക്സ് കൊടുക്കുന്ന ലോങ് ബോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറങ്ങി വന്ന് ലൂണയോ മറ്റൊരു പ്ലെയറോ കൊടുക്കുന്ന ലോങ് ബോൾ ആയിരിക്കും. അങ്ങനെ ഡയറക്റ്റ്ലി ഉള്ള ചിലപ്പോൾ ഡയഗണൽ ലോങ് ബോൾസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു എൻ്റയർ സെൻറ്റർ സർക്കിളിനെ നമുക്ക് ഒറ്റ പാസിൽ അല്ലെങ്കിൽ ഒറ്റ ലോങ് ബോളിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായ രീതിയിൽ അത് റിസീവ് ചെയ്യാൻ നോവയും കൃത്യമായ രീതിയിൽ കൊടുക്കാൻ ഒരു സപ്ലയറും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബിൽഡപ്പ് നമ്മൾ ബാക്കിലിട്ട് ഇങ്ങനെ ഷോർട്ട് പാസ് കളിച്ച് മുന്നോട്ട് പോകേണ്ട നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു ബോൾ വിങ്ങിലേക്ക് എത്തും. പിന്നെ വിങ്ങിൽ നിന്ന് ആ ഒരു ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന കാര്യം നോവയാണ് നോക്കുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ബിൽഡപ്പ് അല്ലെങ്കിൽ ബിൽഡപ്പിൽ ഇത്തരം ഒരു ഡയഗണൽ ലോങ് ബോൾ, അതും സ്പെസിഫിക് ആയിട്ട് നോവയിലേക്ക് ലെഫ്റ്റ് വിങ്ങിലേക്കുള്ള ലോങ് ബോൾസ് ബിൽഡപ്പ് സിറ്റുവേഷൻസിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. മറ്റൊരു ബിൽഡപ്പ് പാറ്റേൺ ആയിട്ട് തോന്നിയത് ബാക്കിൽ നിന്ന് ബിൽഡപ്പ് തുടങ്ങുന്ന സിറ്റുവേഷനിൽ ഫ്രെഡിയെ മാത്രമാണ് ചില സിറ്റുവേഷൻസിൽ ആ ഒരു ഫ്രണ്ടിൽ കാണുന്നത്. ആ ഒരു സമയത്ത് വിങ്ങിലൂടെ നമ്മുടെ ഫുൾ ബാക്കിനെ അമിതമായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ വിടാതെ ആ ഒരു സെൻറ്റർ സ്പേസസ് തന്നെ ഫുൾ ബാക്ക് നിർത്തിയിട്ട് ഫുൾ ബാക്ക് വഴി അവർ അകത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവർ ഇൻസൈഡിലേക്ക് വരുന്നതായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. മറ്റൊരു പാറ്റേൺ കാണാൻ സാധിച്ചത് ലൂണ ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ
മിലാൻ്റെ ടാക്ടിക്സിലും 4-4-2 കാണാറുണ്ടായിരുന്നു. സോ ബിൽഡപ്പ് പാറ്റേൺസിൽ നമ്മൾ കൂടുതലും ഈ ഒരു മാച്ചിൽ കാണുന്നത് വിങ്ങിലേക്കുള്ള ലോങ് ബോൾസ് ആണ്. പക്ഷേ സെൻട്രലിലൂടെയും വിങ്ങിലൂടെയും ബിൽഡപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മൾ ഈ ഒരു മാച്ചിൽ കാണുന്നുണ്ട്. ആൻഡ് ഗോളുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ സ്പോട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഫുൾ ബാക്ക് ആൻഡ് വിങ്ങേഴ്സ് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അവർ പോർഷൻ സ്വിച്ച് ചെയ്തിട്ട് വരുന്ന കുറച്ച് ഗോളുകളാണ്. ആൻഡ് ഈ സംഭവം നമ്മൾ പ്രീ സീസൺ മാച്ചസ് ഡീകോഡ് ചെയ്തപ്പോഴും ഇവരുടെ സ്വിച്ചിങ്ങിനെ പറ്റിയും അല്ലെങ്കിൽ ഇതിലൂടെ ഉണ്ടാവുന്ന ബോക്സിനകത്തേക്ക് വരുന്ന ബോളുകളെ പറ്റിയും സംസാരിച്ചിരുന്നു. ഈ പറഞ്ഞ ഗോളുകളിൽ ഒരു മെജോറിറ്റി സമയത്തും ഫുൾ ബാക്ക് ആൻഡ് വിങ്ങേഴ്സിന്റെ സ്വിച്ചിങ്ങും ഒന്നല്ലെങ്കിൽ വിങ്ങർ അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഇവരാരെങ്കിലും അകത്തേക്ക് കൊടുക്കുന്ന ഒരു ബോളിലൂടെ വരുന്ന ഗോളുകൾ നമ്മൾ ഈ ഒരു മാച്ചിൽ കാണുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഫസ്റ്റ് ഗോളിലേക്ക് തന്നെ വരാണെങ്കിൽ അവിടെ ഐമൻ ഐബാൻ ഈ രണ്ടുപേരും, അതിൽ എയ്മൻ അകത്തേക്ക് നിന്നിട്ട് ഔട്ട് സൈഡിൽ നിൽക്കുന്ന റൈറ്റ് ബാക്കിന് ഐബാൻ ദോഹലിനെ കണ്ടുപിടിച്ച് അദ്ദേഹം ഒരു ക്രോസ് കൊടുത്ത് നമ്മുടെ മറ്റേ വിങ്ങർ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന നോവ സദോവാണ് സ്കോർ ചെയ്യുന്നത്. ആൻഡ് മറ്റൊരു സിറ്റുവേഷനിൽ മൂന്നാമത്തെ ഗോളിലേക്ക് വരുമ്പോൾ നോവ സ്വിച്ച് ചെയ്ത് റൈറ്റിലേക്ക് വരുന്നു. അവിടെയും റൈറ്റ് ബാക്ക് ആൻഡ് റൈറ്റ് വിങ്ങർ തമ്മിലൊരു കോമ്പിനേഷനിൽ റൈറ്റ് വിങ്ങറിന് നോവയ്ക്ക് ഇൻസൈഡിൽ വെച്ച് പന്ത് കിട്ടുന്നു. നോവ കൊടുക്കുന്ന ബോളാണ് ആ ഒരു ലൂണയുടെ ഹെഡർ ഫസ്റ്റ് ട്രൈയും പിന്നീട് നമ്മുടെ പെപ്ര ഫിനിഷ് ചെയ്യുന്നതും. അതിനുശേഷവും നമ്മൾ എയ്മാൻ്റെ ക്രോസിൽ ഈ പറഞ്ഞ പോലെ അകത്ത് നോവ സദോവിൻ്റെ ഒരു ഹെഡർ ഗോൾ കാണുന്നുണ്ട്. അവിടെയും റൈറ്റ് ബാക്ക് റൈറ്റ് വിങ്ങർ അവരുടെ കോമ്പിനേഷനും അതിലൂടെ വരുന്ന ഒരു മൂവ്മെൻറ്റ് കാണാം. ആൻഡ് ഈ ഒരു റൈറ്റ് ബാക്ക് റൈറ്റ് വിങ്ങർ അവർ തമ്മിലുള്ള സ്വിച്ചിങ്ങും അതിലൂടെ വരുന്ന ക്രോസുകൾ ഇൻസൈഡിലേക്ക് കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ മാൻ കൗണ്ട്, ഇതും നമ്മൾ പ്രീ സീസൺ ഡീകോഡ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ക്രോസ് വരുമ്പോൾ നമ്മൾ മാക്സിമം പ്ലേയേഴ്സിനെ, അവിടെ അപ്പർ സൈഡിൽ വിങ്ങർ ഉണ്ട്, സെൻട്രൽ ഫോർവേഡ് ഉണ്ട്, പിന്നെ ഓവർലാപ്പ് ചെയ്യുന്ന നമ്മുടെ AMF ഉണ്ട്, ഇവരെല്ലാം ബോക്സിനകത്ത് പ്രസന്റ് ആണ്. ഇവർക്ക് ആർക്കെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ബോളുകൾ മാറുന്നുണ്ടായിരുന്നു. സോ വിങ്ങിൽ നിന്ന് വരുന്ന ബോളുകൾ, ആ വിങ് പ്ലേ തന്നെയാണ് ഈ ഒരു മാച്ചിലുടനീളം നമുക്ക് കൂടുതൽ ഗോളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റൊരു പാറ്റേൺ നേരത്തെ പറഞ്ഞ പോലെ ലൂണയ്ക്ക് ആ ഒരു ഫ്രീ റോൾ കൊടുക്കുകയും നല്ല രീതിയിലൊരു സപ്പോർട്ട് ഡാനിഷ് ഫാറൂഖ് ഒരു മാച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗോൾ പെപ്ര സ്കോർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോൾ അവിടെ ഈ ഡാനിഷ് ലൂണ പെപ്ര അവരുടെ ഒരു കോമ്പിനേഷൻ കാണുന്നുണ്ട്. അവിടെ ഡാനിഷാണ് പന്ത് റിക്കവർ ചെയ്യുന്നത്, അതിനുശേഷം ലൂണയ്ക്ക് പന്ത് കൊടുക്കുന്നു. ആൻഡ് ലൂണ ആ പന്ത് കിട്ടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു AMF എവിടെയാണോ ഒരു സെൻട്രൽ സ്പേസസിൽ സ്ട്രൈക്കറിന് പിന്നിലായിട്ട് സ്ട്രൈക്കറിൻ്റെ റണ്ണ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒത്ത പോസ്റ്റിലാണ് കിട്ടുന്നത്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ CMFന്റെ സപ്പോർട്ട് വരുന്നത്. അത്തരത്തിൽ സപ്പോർട്ട് ലൂണയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല സമയത്തും ഈ സ്ട്രൈക്കറിന് പിന്നിലായിട്ട് ലൂണെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ അവിടെ ലൂണയ്ക്ക് നല്ലൊരു പാസ് വെച്ച് കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. സെയിം പാറ്റേണിൽ അല്ലെങ്കിൽ സെയിം ആ ഒരു മെത്തേഡിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഗോൾ പെപ്ര സ്കോർ ചെയ്യുന്നത്. ഇതേ സെയിം സംഭവം നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുമ്പോൾ യോഹിംബോ ഒരു അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഡാനിഷ് ഫാറൂഖ് റിക്കവർ ആയിട്ട് ഒരു അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. സെൻട്രലി വരുന്ന ഗോളുകളാണ് ആ സമയത്തേക്ക്. അവിടെ നമ്മൾ വിങ്ങിലേക്ക് മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുന്നില്ല, അതൊരു വലിയ പോയിന്റാണ്. പല സമയത്തും ഈ 4-3-3 കളിക്കുമ്പോൾ പൂർണ്ണമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമൊക്കെ ഇഗോർ സ്റ്റിമാസിൻ്റെ കീഴിൽ കളിക്കുമ്പോൾ വിങ്ങിലേക്ക് അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും വിങ്ങിൽ കളി വന്നില്ലെങ്കിൽ ടോട്ടലി ടീമിൻ്റെ കളി മോശമാവുന്ന രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാച്ചിൽ നമുക്ക് സെൻട്രലിലൂടെ ഡാനിഷ് ഫാറൂഖിലൂടെയും യോഹിംബയിലൂടെയും ലൂണയിലൂടെയും സെൻട്രലിലൂടെയുള്ള മുന്നേറ്റങ്ങളും അതിലൂടെ നമ്മുടെ സ്ട്രൈക്കറിനെ കണ്ടെത്തുന്ന ത്രൂ ബോൾസും കണ്ടു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. അത് വലിയ ടീമുകൾക്കെതിരെയും അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള DMFും അതുപോലെ തന്നെ സെൻട്രലി നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ കെൽപ്പുള്ള ടീമുകൾക്കെതിരെയും നമ്മൾ ഈ സെൻട്രൽ മൂവ്മെൻറ്റ്സ് കൂടുതൽ കാണേണ്ടതാണ്. ആൻഡ് ഈ ഗോളുകൾ പറയുമ്പോൾ നമുക്ക് 2 ഹാട്രിക്കാണ് ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നത്, പെപ്ര ആൻഡ് നോവ സദോ. ആൻഡ് പെപ്ര ഈ ഒരു മാച്ചിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ഒരു സ്ട്രൈക്കർ, ലോൺലി സ്ട്രൈക്കറിനെ വെച്ച് കളിക്കുമ്പോൾ അവിടെ നമ്മൾ അധികം ആ ഒരു പ്ലെയറിനെ കാണാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം നല്ല രീതിയിൽ ഇറങ്ങി വരുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും റൈറ്റിലേക്കൊക്കെ പോയി ആ ഒരു ഫ്ലെക്സിബിലിറ്റി അതിൻ്റെ പോസ്റ്റിനുകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ സീസൺസിലും അതിൻ്റെ കരിയറിലുടനീളം നമ്മൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം. അത് ഈ ഒരു മാച്ചിൽ കുറച്ചധികം പരിഹരിക്കപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പെർമനൻ്റ് ആയിട്ട് മാറിയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ ഒരു മാച്ചിൽ കിട്ടിയ അവസരങ്ങളിൽ നല്ല രീതിയിൽ അദ്ദേഹം ആ ചാൻസ് മുതലാക്കിയിട്ടുണ്ട്. ആൻഡ് നോവയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാച്ചിലുടനീളം ഒരു വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അദ്ദേഹം ഈ ഒരു മാച്ചിൽ കളി അവസാനിക്കും വരെ കളിച്ചു എന്നുള്ളതാണ്. ആ 90 മിനിറ്റ്സും നോവയുടെ സേവനം ആവശ്യമാണ്. ആ ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതിന് ആവശ്യമാണ്. ആൻഡ് ലൂണയെ സംബന്ധിച്ചാണ് എനിക്ക് ചെറിയൊരു കൺസേൺ. അദ്ദേഹം ഫുള്ളി ഫിറ്റ് ആവാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ടീമിൽ താരതമ്യേന കുറച്ച് ലേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ലൂണ. സോ ആ ഒരു ഫിറ്റ്നസിൻ്റെ പ്രശ്നം അതിൻ്റെ ചില മൂവ്മെൻറ്റ്സിൽ കാണാൻ സാധിച്ചിരുന്നു. ലൂണ നോവ കോമ്പിനേഷൻസ് നമ്മൾ ഈ ഒരു മാച്ചിൽ ഉടനീളം കാണുന്നുണ്ട്. 4-4-2 ഫോർമേഷനിൽ നിന്നും ഒരു പ്ലേ മേക്കറിനെ സെൻട്രലി കിട്ടുമ്പോൾ സെൻട്രലി പ്ലേ മേക്കറും അതുപോലെ തന്നെ വൈഡിൽ വിങ്ങറും വരുമ്പോഴുള്ള കോമ്പിനേഷൻസിനെ പറ്റിയും അവിടെ വരുന്ന അറ്റാക്കിംഗ് പാറ്റേൺസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു സ്പെസിഫിക് വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ്. സോ അവർ തമ്മിലുള്ള കോമ്പിനേഷൻസും 1-2 പാസ് എക്സ്ചേഞ്ചസും അതിലൂടെ വരുന്ന അറ്റാക്കിലേക്ക് വരുന്ന മൂവ്മെൻറ്റ്സും നമ്മൾ ഈ ഒരു മാച്ചിൽ കാണുന്നുണ്ട്. സോ ലൂണ കുറച്ചുകൂടി ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ്സിന് കുറച്ചുകൂടി ഒരു ഷാർപ്നെസ് കിട്ടുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസുകൾ. ഓൾറെഡി പ്രീ സീസൺ മാച്ചസിൽ നമ്മൾ അത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള സെറ്റ് പീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും സെറ്റ് പീസിൽ നിന്ന് ഗോളുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഈ ഓരോ സെറ്റ് പീസും അത് കൃത്യമായ രീതിയിൽ എങ്ങനെയൊക്കെയാണോ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ, പ്രത്യേകിച്ചും നോവ ലൂണ അവരുടെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ടും അവരെ വെച്ചിട്ടും അല്ലാതെയും ഷോർട്ട് കോർണേഴ്സൊക്കെ കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മുടെ ഒരു പ്ലെയറിനെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു ബോക്സിനകത്ത് ഒരു പ്ലെയറിലേക്ക് റീച്ച് ചെയ്യുന്ന ആ ഒരു പ്ലെയർ ഒരു ഷോട്ട് എടുക്കുന്ന ഹെഡർ വഴിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹാഫ് ചാൻസ് ആണ് സെറ്റ് പീസ് എന്ന് പറയുന്നതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിൽ
തരത്തിലുള്ള സെറ്റ് പീസുകൾ കാണാൻ സാധിച്ചു എന്നുള്ളതും ഒരു വലിയ പോസിറ്റീവാണ്. തന്നെ അതിനുശേഷം ഇഷാൻ പണ്ഡിത വന്നു, അദ്ദേഹം 2 ഗോൾ സ്കോർ ചെയ്തു. യോഹിംബ വന്നു, അദ്ദേഹം ഒരു അസിസ്റ്റ് കൊടുത്തു. സന്ദീപ് സിംഗിനും നവോച്ച സിംഗിനും ഒക്കെ ചാൻസ് കിട്ടിയിരുന്നു. സോ നമുക്കൊരു നല്ല രീതിയിൽ പ്ലേയേഴ്സിന് അവസരങ്ങൾ കൊടുത്ത് അതേസമയം മാച്ചിൻ്റെ റിസൾട്ടിനെ മോശമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ഒരു മാച്ച് അവസാനിപ്പിക്കാനും ടീമിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഡിഫെൻസീവ്ലി ആണെങ്കിലും വീക്ക്നെസ്സുകൾ പറയാൻ പറ്റുന്ന രീതിയിലേക്കോ നമ്മൾ ഈ ഒരു മാച്ചിൽ ഒട്ടും തന്നെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഒരു ഒറ്റ മാച്ച് കൊണ്ട് നമ്മൾ കൊമ്പത്ത് കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇത്തരം സിറ്റുവേഷൻ നമ്മുടെ പഴയ കോച്ച് ഇവാൻ പറഞ്ഞതുപോലെ ഹംബിളായിട്ടിരിക്കുക, ഓവർ കോൺഫിഡൻ്റ് ആവാതിരിക്കുക, അത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഒരു സംഭവം നമ്മൾ കളി കണ്ടുകൊണ്ട് ഇപ്പോൾ സ്പോട്ട് ചെയ്തത് ഈ ലെഫ്റ്റ് വിങ്ങിലൂടെ വരുന്ന മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന അറ്റാക്സ്, ആ ഒരു ബാലൻസ് നമ്മൾ റൈറ്റ് വിങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴ്ന്നു പോകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ അവിടെ എയ്മൻ ഉണ്ടെങ്കിലും എയ്മൻ കാര്യമായ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ ഉണ്ടാക്കാത്തത് പോലെ ഫീൽ ചെയ്തിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഭാഗത്ത് ക്രോസുകളും അസിസ്റ്റുകളൊക്കെ വരുന്നത്. സോ ആ ഒരു വിങ്ങിലുള്ള ആ ഒരു ബാലൻസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു വിങ്ങിലേക്ക് മാത്രം ചുരുക്കി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെസിഫിക് പ്ലാൻ വെച്ചിട്ട് ആ ഒരു പ്ലെയറിനെ പൂട്ടിക്കഴിഞ്ഞാൽ ആ അറ്റാക്ക് കംപ്ലീറ്റ്ലി ഡൗൺ ആയ രീതിയിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമാണ്. സെയിം ലെവലിൽ നമുക്ക് റൈറ്റ് വിങ്ങിൽ നിന്നും കാണേണ്ടതുണ്ട്. സോ അത് ഒരു ചെറിയ കൺസേൺ ആയിട്ടും ഒന്ന് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഏരിയ ആയിട്ടും തോന്നുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗോളുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഒരു ഫസ്റ്റ് മാച്ചിൽ കാണാൻ പറ്റിയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരു സെക്കൻഡ് മാച്ചിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിച്ചേക്കും. എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.